ഓണത്തിന് അമിതമായിട്ടുള്ള മേക്കപ്പ് ഒന്നും വേണ്ട, പൊട്ടും കുറിയും ഒന്നും വേണ്ട. സിമ്പിളായിട്ട് പോകാൻ പറ്റിയൊരു ലുക്ക് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ മുഖത്തുള്ള മേക്കപ്പ് ഒന്ന് കളയണം കേട്ടോ. ഞാൻ മുന്നൊരു ചെയ്ത വീഡിയോയുടെ മേക്കപ്പാണ് മുഖത്തുള്ളത്. നന്നായിട്ട് കളഞ്ഞ് ടോണർ ഇട്ട് മുഖം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും അതൊന്ന് തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് മുഖത്തുള്ള കംപ്ലീറ്റ് മേക്കപ്പ് കളയണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ്. മുഖം ഒന്ന് കഴുകിയാൽ മതി, പക്ഷേ സാരി കൊളാവും. അത് കാരണം തന്നെ മുഖം കഴുകുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ പൗഡർ, അതായത് ഏത് പൗഡറാണോ കയ്യിൽ, ലൂസ് പൗഡറോ ബനാന പൗഡർ, ഏത് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം ലൂസ് പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ, പോൺസിൻ്റെ. രണ്ടാമത് ഞാൻ നമ്മുടെ ബനാന പൗഡർ, ഒരു യെല്ലോയിഷ് ആണ് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് മുഖം ഒന്നുകൂടി ഒരു മേക്കപ്പ് ചെയ്തൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ബനാന പൗഡർ നമ്മുടെ മാൾസിൻ്റെ ഒന്ന് ജസ്റ്റ് മുഖത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. മാൾസിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊട്ട് വേണ്ടാന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, പക്ഷേ ഒരു സ്റ്റോൺ പൊട്ട് വെക്കുക. അവർ ഓണക്കല്ലേ, എന്തായാലും സ്റ്റോൺ പൊട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കണ്ണ് മേൽഭാഗം മാത്രം ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ. വേറെ മേക്കപ്പ് ഒന്നും കണ്ണുമൊന്നും ചെയ്യുന്നില്ല. കണ്ണ് മേൽഭാഗം മാത്രം ഒന്ന് എഴുതി കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് മുഖത്തുള്ള കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ബ്ലഷ് ഒന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറേ മേക്കപ്പ് ഒന്നുമില്ല, ഒരു മിനിമൽ ഒരു നോ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ബ്ലഷ് നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്തൊരു റെഡിഷൊക്കെ കളർ തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുഖത്ത് ബ്ലഷ് അപ്ലൈ ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് നമ്മുടെ മുടി ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോഡേൺ ആയിട്ടുള്ളൊരു ഇതാണ്. എൻ്റെ മുഖം ആക്ച്വലി മുടി ഒന്നൊരു മോഡേൺ സ്ട്രക്ചറുള്ളതല്ല കേട്ടോ, പക്ക നാടൻ സ്ട്രക്ചറാണ്. പക്ഷേ ഞാൻ മോഡേൺ ആയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ പോണിറ്റെയിൽ കിട്ടുക. അപ്പം മുടിയൊക്കെ ഒരു ആകെ ചവറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മുടി ഇങ്ങനെ ഞാൻ പോണിറ്റെയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ജാസ്മിൻ്റെ സ്ക്രഞ്ചീസ് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാൻ ജാസ്മിൻ്റെ ഒരു സ്ക്രഞ്ചി വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് മുടിയുമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മുടി ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മോഡേൺ ലുക്കിന് ഏറ്റവും പറ്റിയൊരു സംഭവമാണ് എൻ്റെ കയ്യിലുള്ളത്, സെപ്റ്റം നോസ്പിൻ ആട്ടോ. അപ്പോൾ ഇത് നമുക്ക് കടയിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഒന്നുകൂടി റേറ്റ് കുറവ് കടയിലാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇനി ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഡാർക്കായിട്ട് ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഞാനതിൻ്റെ മേലെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിപ്പ് ലൈനർ കൊണ്ട് മൊത്തം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള ഡാർക്ക് ലിപ്സ്റ്റിക്ക് ചാടിപ്പോയി, അത് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് റെഡി ആക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഓണത്തിന് ഇങ്ങനെ കംപ്ലീറ്റ് കുറേ മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു ലുക്ക് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കഴുത്ത് ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ ഭയങ്കര വൈഡ് നെക്കായ കാരണം ഒരു മാലയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള എന്താ പറയുക മാല ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു എനിക്കിഷ്ടമുള്ളൊരു ജ്വല്ലറിയാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ലുക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കംപ്ലീറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.